ഈ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടി ആലപ്പുഴ കുട്ടനാടിന്റെ യശസ് ലോകരാജ്യങ്ങളിൽ ഉയർത്തിയ ശ്രീ ബാലമുരളി. ആലപ്പുഴ കൈനഗിരി കുട്ടമംഗലം മുരുകാലയത്തിൽ ശ്രീ ജീമോന്റെ മകനാണ് ഇദ്ദേഹം. ആലപ്പുഴ സായി സ്പോർട്സ് അതോറിറ്റിയുടെ ഒരു പ്രതിനിധി കൂടിയാണ് ഈ യുവതാരം. നമസ്കാരം. ചണ്ഡീഗഡിൽ വെച്ച് നടന്ന 36ാമത് കയാക്കിംഗ് കനോയി മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ടീമിൽ അങ്ങയുടെ മകനായ ശ്രീ ബാലമുരളി ഉണ്ടായിരുന്നു അല്ലേ? ബാലമുരളി ഇപ്പം ആലപ്പുഴ നമ്മുടെ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി കൂടിയാണ്. ഈ ഉൾനാടൻ ഗ്രാമമായ കുട്ടനാടിനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തുവാൻ തങ്ങളുടെ മകന് സാധിച്ചു എന്നത് വലിയ ചാരിതാർത്ഥ്യം താങ്കൾക്കുണ്ട്. ഹലോ വേൾഡ് ചാനലും ആ സന്തോഷത്തിൽ ചേരുന്നു. അങ്ങനെ ആ മകന് എല്ലാ ആശംസകളും ഞങ്ങളിപ്പോൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ മകൻ്റെ അധ്വാനത്തിൻ്റെയും ആ പരിശീലനത്തിൻ്റെയും ഒക്കെ പറയിൽ അച്ഛനമ്മമാരുടെ ഒരു പിന്തുണ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? അതിനെപ്പറ്റി ചില കാര്യങ്ങൾ അങ്ങയോട് ചോദിച്ചറിയാൻ ഹലോ വേൾഡ് ചാനൽ ആഗ്രഹിക്കുകയാണ്. സോ നമുക്ക് തുടരാം. അങ്ങനെ എത്ര നാളായിട്ട് ഈ സായി സ്പോർട്സ് അതോറിറ്റിയിൽ പ്രാക്ടീസിന് പോകുന്നത്? 2 വർഷക്കാലമായിട്ട് പോകും. 2 വർഷക്കാലം തുടർച്ചയായിട്ട് പോകും? തീർച്ചയായിട്ടും 2 വർഷക്കാലമായിട്ട് പോകും. മകന്റെ മുഴുവൻ മൊത്തം പേരെന്താ? ബാലമുരളി എംജെ. നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം ആരൊക്കെ ഉണ്ട് വീട്ടിൽ? വീട്ടില് ഞാന്, വൈഫ്, എന്റെ മകന്, മകളും കയാക്കിങ് പ്രാക്ടീസ് ചെയ്യുന്നു. മകളും കയാക്കിങ് പ്രാക്ടീസ് ചെയ്യും. രണ്ടുപേരും സായി തന്നെയാണോ? അല്ല, ഒരാള് സായിലും ഒരാള് നമ്മുടെ വീടിനടുത്ത് ഒപ്ലോവ എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട്. അവിടെ മകൻ ആദ്യം അവിടെ നിന്നാണ് ട്രെയിനിങ് ചെയ്തിട്ട് മകന് സായിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. മകന്റെ കഴിവ് അവൻ തന്നെ ബോട്ട് റേസുമായിട്ട് ചെറിയ വള്ളങ്ങളിൽ തുഴയാൻ പോകുന്നുണ്ടായിരുന്നു ആള്. പിന്നെ മകനായിട്ട് തന്നെ ചോയ്സ് ചെയ്തെടുത്താണ് ഇങ്ങനൊരു ചണ്ഡീഗഡ് വെച്ച്. മകന് പിന്നെ ഗോൾഡ് മെഡലായിരുന്നു. അവര് 500 മീറ്റർ K4 ബോട്ടിൽ തുഴഞ്ഞിട്ട് സ്വർണ്ണ മെഡലായിരുന്നു. ചണ്ഡീഗഡിൽ നിന്ന് ആള് ഇവിടെ എത്തിയിട്ടുണ്ട്, സായി എത്തിയിട്ടുണ്ട്. മകനിപ്പം BA പഠിക്കുന്നു. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയില്. ഒരുപാട് മത്സരങ്ങൾ ഇപ്പൊ 2 വർഷക്കാലമായിട്ട് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഗോൾഡ് മെഡൽ ഒരുപാട് കിട്ടി, സിൽവർ കിട്ടി. പിന്നെ ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിന് മുമ്പ് യൂണിവേഴ്സിറ്റി മത്സരം ഉണ്ടായിരുന്നു. അതില് സ്വർണവും സിൽവറും കിട്ടി. ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങള് താമസിക്കുന്നത് കൈനഗിരി പ്രദേശമല്ലേ, വെള്ളവും വള്ളവുമായിട്ടുള്ള ജീവിതമല്ലേ. ഞാൻ ഹൗസ് ബോട്ട് പോകും. ഇതിനായിട്ടുള്ളൊരു പിന്തുണച്ചായിട്ട് മകന് പ്രോത്സാഹനം കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ട് തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ കണ്ടത് വളരെ സന്തോഷം. മകൻ എല്ലാവരുടെ ആശംസകളും നേരുന്നു. കുടുംബത്തിന് എല്ലാവരെയും ഹലോ വേൾഡ് ചാനലിന്റെ ആശംസ അറിയിക്കണം. ഓക്കെ, താങ്ക് യു.